കടല കഴിച്ചപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു, വിശന്നിരിക്കുമായിരുന്നു. അപ്പം ഇനിയിപ്പം ഫുഡ് വരട്ടെ, ഫുഡ് വന്നിട്ട് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഫുഡ് കൂടുതലും ഞാൻ ഓർഡർ ചെയ്ത സീ ഫുഡാണ്. നമുക്ക് ചൂസ് ചെയ്യാം ഏത് ഫുഡാണ് വേണ്ടതെന്നുള്ളത്. ഇത് മാഗി, പിന്നെ കോണുണ്ട്, പിന്നെന്താണ് നമ്മുടെ കൂന്തലുണ്ട്. കൂന്തൽ എന്നാണോ മലയാളത്തിൽ പറയുന്നത്? കൂന്തലുണ്ട്. പിന്നെന്താ ഇത് മൊത്തം ഷെൽഫിഷാണ് ഞാൻ ഓർഡർ ചെയ്തത്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഭയങ്കര ചൂടുണ്ട്. ഇത് സൂപ്പായിട്ട് ഓർഡർ ചെയ്യാം, പക്ഷേ ഞാൻ ഓർഡർ ചെയ്തത് ഡ്രൈ ആയിട്ടാണ്. നല്ല ചൂടാണ്ട്, കഴിച്ചു നോക്കാം. സത്യം പറഞ്ഞാൽ നല്ല എരിവുണ്ടായിരുന്നു, നല്ല സ്പൈസി ഉണ്ടായിരുന്നു. പിന്നെ ഈ ഇവിടെ ചൈനീസ് ഫുഡിൻ്റെ ഈ ഒരു സ്പൈസി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സ്പൈസി പോലത്തെ ഒരുമാതിരി നമ്മുടെ പാലറ്റിൽ കുറച്ച് നേരം തങ്ങി നിൽക്കുന്ന കണക്കത്തെ ഒരു സ്പൈസിയാണ്. ബേസിക്കലി ഞാൻ ഈ സ്പൈസിനെസ് ചൂസ് ചെയ്തത് നല്ല ഹൈ ആണ്, ലൈക്ക് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ലെവൽ. അപ്പോൾ എനിക്ക് സ്പൈസി കഴിക്കാൻ തോന്നിയതുകൊണ്ട് ഞാൻ കൂടുതൽ സ്പൈസിയാണ് ഞാൻ ചൂസ് ചെയ്തത്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. കാരണം എനിക്ക് സീ ഫുഡ് ഇഷ്ടമായതുകൊണ്ട് ഇത് കൂടുതലും നമ്മൾ പിന്നെ അവരുടെ എന്തോ ഒരു സ്പൈസസ്, പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ചൂസ് ചെയ്ത് നമ്മൾ ക്ലാംസ് അതൊക്കെ വെച്ച് അവരുണ്ടാക്കി തരും. നമുക്ക് ചൂസ് ചെയ്യാം എന്തൊക്കെ വെജിറ്റബിൾ വേണം. ഞാൻ കൂടുതൽ വെജിറ്റബിളൊന്നും എടുത്തില്ല. അപ്പോൾ കൂടുതലും ഒരു സീ ഫുഡിൻ്റെ ഒരു ഫ്ലേവറായിരുന്നു. ഒരു സ്പൈസി കഴിക്കാൻ തോന്നിയിട്ട് വേറൊരു പിന്നെ ഞാനൊരു സോസ് നമുക്ക് അവിടെ സൈഡിൽ പോയി എടുക്കാം. നമുക്ക് നമ്മുടേതായ സോസ് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതൊക്കെ കുറച്ച് ചില്ലി ഓയിൽ എന്നൊക്കെ പറഞ്ഞ് ചില്ലി ഓയിൽ അങ്ങനെ നമ്മൾ കുറച്ച് മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ സ്പൈസിയാണ്. അതിൻ്റെ കൂടെ വെച്ച്